102 സീറ്റുമായി UDF അധികാരത്തിലെത്തുകയാണ്. വരുന്ന 1-2 ദിവസത്തിനകം തന്നെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സുനിൽ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട രസകരമായൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 102 സീറ്റാണ്, മൃഗീയ ഭൂരിപക്ഷം. അതെ. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എന്തായിരിക്കും ആദ്യത്തെ ഒരു സീൻ? കാരണം പിണറായി വിജയൻ അടക്കമുള്ളവരാണ് വന്ന് കയറുന്നത്. പല നേതാക്കന്മാരും പല അവകാശവാദമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇത് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. പല നേതാക്കന്മാരും ഞെട്ടലിലാണ്. ഞെട്ടലിൽ നിന്ന് മുക്തമായ 2-3 പേര് ഇപ്പോൾ ഓടി നടക്കുന്നത് നമുക്കറിയാം. എങ്ങനെ ആയാലും ഒരു തല്ലിക്കൂട്ടി 2 ദിവസത്തിനുള്ളിൽ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ നാണക്കേടാ. നാട്ടുകാർ കയറി തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് മറ്റവന്മാർ പറഞ്ഞ പോലെ തന്നെ ഇത് സംഭവിക്കുകയാണല്ലോ. അടിയും പിടിയും നാണക്കേടെന്നുള്ളൊരു മെത്രാന്മാർ വരെ, അതായത് തമ്മിലടിയും ശവം വഴി വെച്ച് വില പറയുന്നവന്മാർ വരെ കയറി, പള്ളി വരെ പിടിച്ചു പറിക്കാൻ നടക്കുന്നവന്മാർ വരെ കയറി കോനടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഇനിയും ദയവ് ചെയ്ത് ഇനിയും ബോച്ച വരെ കയറി ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നാണം കെടുത്തരുത്. ജനങ്ങളെ തമ്മിലടിക്കാതെ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഹരി, ആദ്യത്തെ നിയമസഭ അതെ അതല്ലേ ചോദിച്ചത്, റൂട്ട് മാറിപ്പോയി. അന്നേരം ഇവരുടെ നമ്മൾ ഊഹിക്കുക, നമുക്ക് ഊഹിക്കുന്നതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലോ. നമുക്കൊരു സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ആദ്യ നിയമസഭ കൂടുമ്പോൾ ഇവർ ഒന്നടങ്കം ഈ 102 MLA-മാരും ഒന്നടങ്കം ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ, അതായത് കാരണഭൂതന്, അതായത് ഈ UDF-ന് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഈ മിന്നും വിജയം സമ്മാനിച്ച ആ സാക്ഷാൽ കാരണഭൂതന് യഥാർത്ഥത്തിൽ തിരുവാതിര ആയിരിക്കത്തില്ല. ഇവരെല്ലാവരും ഈ 102 പേരും താലപ്പൊലി പോലെ കൊണ്ടുവന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ പാദപൂജ നടത്തും. പാദപൂജ നടത്തിയിട്ട്, കാരണഭൂത താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത്തവണയും തെണ്ടിപ്പോയേനേയും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീണു വണങ്ങി ഇദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്ത് എല്ലാവരും ആളാം വിധം കെട്ടിപ്പിടിച്ച് ഒരു ഉത്തവും കൊടുത്തിട്ട് ഇവർ പോകും. അന്നേരം കാരണം ഇത്രയും കാരണം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും, ചില മണ്ടന്മാർ വിളിച്ചു പറയുന്നു ഇത് UDF തരംഗം. UDF-ന് എന്ത് തരംഗം? എടീ അലമ്പും തമ്മിലടിയും ഇങ്ങനെയുള്ള തമ്മിലടിയും കുതുകാലുവിട്ടുമായിട്ട് നടന്നവർക്ക് ഈ ഒരു UDF തരംഗം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആളുകൾ ആരും അത് വിശ്വസിക്കത്തില്ല. പിണറായി വിരുദ്ധ തരംഗം യഥാർത്ഥത്തിൽ ഇതിനകത്ത് വർക്കൗട്ടായ ഘടകം എന്ന് പറയുന്നത് ആ പിണറായിയോടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വരുമ്പോൾ തന്നെ അതെ പിണറായിയുടെ പാദപൂജ നടത്തിയിട്ട് പിന്നെ ഇവരൊരു കാര്യം കൂടെ ചോദിക്കും. ഇവര് മുഖ്യമന്ത്രിയാകുന്ന ആള് ആദ്യമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടും. അത് ഹരിക്കറിയോ എന്തോന്ന്? എനിക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, പിന്നെ മറ്റേ ലോക കേരള സഭ, അതെ, ശബരിമല സംഘം, അയ്യപ്പ സംഘം. അന്നേരം ഇതിനകത്ത് ഇദ്ദേഹം ഉത്തരവിടാൻ പോകുന്ന അതിനൊക്കെ മുമ്പ് ഈ ഒരു സീരിയസ് ആയിട്ടൊരു അന്വേഷണത്തിന് ഉത്തരവിടും. ഒരു പ്രധാനപ്പെട്ട ഒരു മുതൽ കാണാതെ വെപ്പിച്ചിട്ടുണ്ട്. അത് അത് തന്നെ ആ നവചോരള ബസ്, ഈ തീവട്ടികളെല്ലാം കൂടി, ഈ ആവാസന്മാരെല്ലാം കൂടി ഒരു ബസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി. കാല് പൊങ്ങാത്തവന്റെ കാല് പൊങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഹൈഡ്രോളിക് സംവിധാനം പോകുന്നു. ഇരുന്ന് വെളിയിൽ ഇറങ്ങി മൂത്രമൊഴിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് സ്നഗി നിറയുമ്പോൾ കയറി മൂത്രമൊഴിക്കാനായിട്ടുള്ള അതിനകത്ത് ഇൻബിൽട്ട് ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം ചെയ്ത് ഖജനാവിലെ തെണ്ടിത്തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്കും കോടികളെടുത്ത് ഉണ്ടാക്കിയ നവചോരള ബസ്, സത്യം പറഞ്ഞാൽ ഈ പേരിടുന്ന ആ പാതകം ചെയ്ത ഏതോ ഒരു മഹാപാതകയുണ്ട്. ഇയാൾ ചെയ്ത സകല ആവാസങ്ങൾക്കും നവചോരള യാത്ര, നവകോരള യാത്ര, ചോരളിയം, പിന്നെന്തുവാ അതിഥി തൊഴിലാളി, പിന്നെന്തുവാ ലോക കേരള തീവട്ടി സഭ, ഇങ്ങനെയൊക്കെ പേരിട്ട് കൊടുക്കുന്ന ഇയാളുടെ ഈ ആവാസതലങ്ങൾക്ക് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ പേരിട്ട് കൊടുക്കുന്ന അത് ഏതവനാണെങ്കിലും അവന് ഓടിച്ചിട്ടിരിക്കണം. അപ്രകാരം ഒരു വർമ്മ ഇതിനകത്തുണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. ഇയാളെ കണ്ടാൽ ജനങ്ങൾ വെറുതെ വിടത്തില്ല. കാരണം ഈ മഹാപാതകികളുടെ ഈ പരിപാടികൾക്ക് ഇയാൾ ഇട്ടുകൊടുത്ത ഈ ഉടായ്പ പേരും കൊണ്ടാണ്. പിന്നെ നവകേരള യുഗം, എന്താ നവകേരള, അതെ ആ ബസ് വിട്ടുപോയി, ലിങ്ക് വിട്ടുപോയി. ആ ബസ് ഇവരെങ്ങനെങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്നേരം അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യത്തെ ആഭ്യന്തരം ആരൊക്കെയാണോ കയ്യിൽ കിട്ടുന്ന അവർ ചെയ്യാൻ പോകുന്നത് ഈ നവചോരള യാത്ര നടത്തിയ ആ ബസ് എവിടെയോ കൊണ്ട യാർഡിലും അവർ ഒളിപ്പിച്ചിട്ടുണ്ട്. അന്നേരം അത് കണ്ടെത്തിയിട്ട്
ആ വണ്ടി കണ്ടെത്തി സത്യം പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് ഈ വിജയം സമ്മാനിച്ചത് ഈ വിജയൻ്റെ ഈ നവചോറള തീവട്ടി യാത്രയാണ്. ഇവന്മാരെല്ലാം കൂടെ തിന്ന് തൂറി മുടിപ്പിച്ച ഒരു യാത്ര. അതുകൊണ്ട് ഇവന്മാർ കൊലയോടെ ഒരു മാസക്കാലം കേരളം മൊത്തം ഓടി നടന്ന് ശാപ്പാട്ടടിച്ച് ഇവൻ്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടിയതല്ലാതെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നവചോറള യാത്ര കൊണ്ടുണ്ടായോ? ഉണ്ടായില്ല. അന്നേരം യഥാർത്ഥത്തിൽ ഇവന്മാർക്ക് ഈ ഭരണത്തിന് വഴി തുറന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ്. അന്നേരം ഈ നവചോറള യാത്ര ഇവന്മാർ നടത്തി ആ ബസ് ഇവന്മാർ കണ്ടെത്തും. ആരും കണ്ടെത്തിയിട്ടില്ല. അന്നേരം നമ്മുടെ ഷെർലക് ഹോംസുമാരൊക്കെ ഉദാസീനമായി മറ്റേ സതീശൻ്റെ PR പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അന്നേരം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ നവചോറള യാത്ര നടത്തി ആ വണ്ടി കണ്ടെത്തണം. ആ വണ്ടി കണ്ടെത്തിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ, അതായത് നമ്മുടെ ഈ സംഗീത കോളേജിന്റെ മുന്നിൽ പ്രതിമകളെ കൊണ്ട് തട്ടിട്ട് അടക്കാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് കൂറ് കാണേണ്ടത് ഇവർക്ക് അധികാരത്തിന് വഴിവെട്ടി കൊടുത്ത ആ ശകടമാണ്. അന്നേരം ആ ശകടം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവരുടെ പ്രാഥമിക ഉത്തരവാദിത്വം. അന്നേരം ആ ശകടം കണ്ടെത്തിയിട്ട് നമ്മുടെ മ്യൂസിക് കോളേജിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഈ CP-യുടെ KC-യുടെ മൂക്ക് വെട്ടിയ KCS മണിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതേ പ്രാധാന്യത്തോടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേക പന്തലിട്ടിട്ട് ഈ നവചോറള യാത്ര തീവട്ടി വിജയനും സംഘവും യാത്ര ചെയ്ത ഞങ്ങളുടെ 10 കൊല്ലമായി കരക്കിരുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിയ, ഞങ്ങളെ അധികാരത്തിലേക്ക് അടുപ്പിച്ച, ഇതാണ് ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ വീടിൻ്റെയൊക്കെ കെട്ടിടത്തിന് മുന്നിൽ എഴുതി വെക്കുമല്ലോ ഈ വീടിന്റെ ഐശ്വര്യം. അതെ, UDF-ന്റെ ഐശ്വര്യം ഈ വിജയന്റെ ശകടം എന്ന് പറഞ്ഞു അതിന് നല്ല രീതിയിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് മിനിമം ഒരു പന്തലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ കൊടുത്ത് അതവിടെ വെക്കണം. അതൊരു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവർ ചെയ്യേണ്ടുന്ന, പിണറായി വിജയന്റെ പാദപൂജ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടുന്ന ഒരു സാധനം. രണ്ടാമത്തെ കഥനം ഈ നവചോറള ശകടം എത്രയും വേഗം കണ്ടുപിടിച്ച് അതിന് മാന്യമായ സ്ഥാനം നൽകി. അതിനെ അവമാനിക്കരുത്. കാരണം ഇത്രയും ഒരു അവസരം, 102 വിജയമുണ്ട്, ചിലരെ കളിയല്ല. ഇവന്മാർ തമ്മിലടിയും കുതുകാലും വെട്ടുന്നതായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഈ ജനങ്ങൾ വെറുത്ത ജനങ്ങളുടെ ആ ജനങ്ങളുടെ പേടിസമ്പന്ന അവർ ഈ തെരഞ്ഞെടുപ്പെന്ന് വരുമ്പോൾ ബാലറ്റ് പെട്ടിയിലേക്ക് അവർ കൈകുത്താനായിട്ട് തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സിൽ വന്നത് ഈ ഹൈഡ്രോളിക് ബസ്സിൽ കാല് പൊങ്ങാത്തവൻ നടത്തിയ ഈ നവചോറള ശകട ബസ്, ആ രക്ഷാപ്രവർത്തനം, ഇതൊക്കെ ഓർക്കുന്ന ജനങ്ങൾ അമുക്കുകയല്ലായിരുന്നു, മുഷ്ടി ചുരുട്ടി ഇടിച്ചടുത്തവണ് അവർ വോട്ട് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം ഇത് ഈ രണ്ടാമത്തെ നവചോറള ശകടം കണ്ടെത്തുക എന്നുള്ളതാണ്. എത്തണം. പിന്നെ ഞാൻ സുനിലെ, നിങ്ങൾ ഇത്രയും പിണറായി വിജയൻ ചെയ്ത് വിളിച്ചല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അവരൊന്നും നല്ല പക്ഷികളല്ല, അറിയാമല്ലോ, അടികളൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ മറിച്ചിട്ട് നിങ്ങൾ ഈ പിണറായി വിജയൻ. അതെ, സത്യം പറഞ്ഞാല് അന്നേരം പ്രത്യേകിച്ച് ഇത് സത്യം പറഞ്ഞാൽ ഹരി ഇത് ആദ്യമേ ഓർപ്പിക്കണ്ടായിരുന്നു. കാരണം എന്നറിയാമോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് സംഭവിക്കാം. അന്നേരം നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രത്യേക വളരെ പ്രശ്ന കലുഷിതമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അന്നേരം അറിയാമല്ലോ എന്ത് സംഭവിക്കാം. നമ്മുടെ വോട്ട് പെട്ടി എന്നാണ്. അന്നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയ പ്രത്യാഘാതങ്ങൾ കെ മുരളീധരൻ കരുതുന്നത് അന്ന് പണ്ട് ഈ ഉണ്ണിത്താൻ വിളിച്ചു പറഞ്ഞ ആ സാധനങ്ങളൊക്കെ കിടന്ന് കറങ്ങിയാണ് പുള്ളിക്കെട്ട് പണി കിട്ടിയെന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പഴയ സംഭവം ശരത്ചന്ദ്ര പ്രസാദിന് ഇത്തവണ സീറ്റ് കൊടുത്തു, ഉണ്ണിത്താന് കൊടുത്തില്ല. അതിന്റെ കാരണം എന്താ കാര്യക്കറിയോ? അന്നേരം അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ശരത്ചന്ദ്ര പ്രസാദിന് സീറ്റ് കൊടുത്തിട്ട് ഉണ്ണിത്താനെ മാറ്റി നിർത്താൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ശരത്ചന്ദ്ര പ്രസാദ് പാർട്ടിയുടെ മാനം രക്ഷിച്ചു. കാരണം അന്ന് മുണ്ട് പറിച്ചപ്പം മിനിമം അതിനകത്തൊരു നിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റേ ഇദ്ദേഹത്തിന്റെ ശുഷ്കാന്തി നാട്ടുകാർ മൊത്തം കണ്ടേനെയും. അന്നേരം അതുകൊണ്ട് കോൺഗ്രസിന്റെ മാനം കാത്ത ശരത്ചന്ദ്ര പ്രസാദ്, അന്നേരം അദ്ദേഹത്തിന്റെ ആ അർപ്പണ മനോഭാവം കണക്കിലെടുത്തുകൊണ്ട് ആ നിക്കറിടാനുള്ള ആ മഹാമനസ്കത കണ്ടുകൊണ്ട് പാർട്ടിക്ക് യാതൊരു കാരണവശാലും ഒരു മുണ്ട് പറിക്കപ്പെട്ടാലും പാർട്ടിയുടെ മാനം പോകത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കഴക്കൂട്ടത്ത് സീറ്റ് കൊടുത്തു. എന്നാൽ ഉണ്ണിത്താൻ അതല്ല. മഞ്ചേരിയിൽ എന്താ സംഭവിച്ചത്? ഉണ്ണിത്താൻ പാർട്ടിയുടെ മാനം കളഞ്ഞു. ഉണ്ണിത്താനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് പലരും മറന്നുപോയിട്ടുണ്ടാകും. ചില വർഷങ്ങളായില്ലേ ഉണ്ണിത്താൻ ഇന്ന് മറ്റേ മോദി കോട്ടൊക്കെ ഇട്ട് മറ്റേ കുറിയൊക്കെ മായ്ച്ച് കളഞ്ഞ് ഇന്ന് ആളുകളെല്ലാം മറന്ന് മായ്ച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് ആൾ നടക്കുക. അന്നേരം അത് ആ മറന്നുപോയ സംഭവം നമുക്കൊന്ന്, ഉണ്ണിത്താൻ ആരായിരുന്നു, ഉണ്ണിത്താൻ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തിട്ടില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ പഴയ സംഭവം, അതായത് ഉണ്ണിത്താനെ ഇത്തവണ നിയമസഭാ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ഒന്നും കണ്ട ശേഷം നമുക്ക് തിരികെ വരാം. സാറ് നമ്പർ തരാം സാറോ. കൈയെടുക്കാൻ കിട്ടൂല കേട്ടോ. സുനിലെ, UDF അധികാരത്തിൽ വന്ന സമയമൊക്കെ നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ല, ഇതിന്റെ കാരണം ഇപ്പൊ കണ്ട വിഷ്വലിന്റെ ബാക്കി കണ്ടിട്ട് നമുക്ക് പറഞ്ഞതിന് ശേഷം ബാക്കി അങ്ങോട്ട് പോകാം. അതെ അതെ, അന്നേരം നമ്മുടെ ആ വിഷ്വലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പുള്ളിക്ക് സീറ്റ് നിഷേധിച്ചത്? കാരണം ആളുകൾ അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് എന്തായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന്. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അന്ന് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇദ്ദേഹത്തെ പിടിച്ചപ്പോൾ നൂൽബന്ധമില്ലായിരുന്നു, പിറന്നപടിയായിരുന്നു ഉണ്ണിത്താൻ അന്ന് നിന്നത്. അന്ന് ഉണ്ണിത്താൻ്റെ ആ ശുഷ്കാന്തി അവിടെ നിന്ന് നാട്ടുകാരും SFI പ്രവർത്തകരും എല്ലാ ജനങ്ങളും കണ്ടു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മാനം അന്ന് പോയി. അന്ന് ഇവരൊരു സർക്കുലർ ഇറക്കുന്ന പറഞ്ഞ് മിനിമം നേതാക്കന്മാർ സ്റ്റിഫാൻ ഷൈനും ഒക്കെ ഇട്ട് കതറ് വടി പോലാക്കി പോകുന്നതൊക്കെ കൊള്ളാം, കഞ്ഞിപ്പശയൊക്കെ തേച്ച് പോകുന്നത് കൊള്ളാം, മിനിമം നിക്കർ ഇടാതെ ഒട്ടും റോഡിൽ ഇറങ്ങി പോകരുത് എന്നുള്ള അന്ത്യശാസനം കൊടുത്തു എന്നാണ്. എത്ര പേരറിയത്തില്ല. ഉണ്ണിത്താൻ ഇപ്പോഴും അത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഉണ്ണിത്താൻ്റെ കുറി വായിച്ചു കളഞ്ഞു എന്നറിയാം, ബാക്കി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് സംഭവിക്കാം, പഴയ സംഭവങ്ങളൊന്നും, ഉണ്ണിത്താൻ സംഭവവും ശരത്ചന്ദ്ര പ്രസാദ് സംഭവം ഒന്നും ആരും മറന്നു പോകല്. അതിലും വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മുടെ മുണ്ട് പറിക്കപ്പെടാമെന്നൊരു ബോധ്യം ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവണം. അപ്രകാരം പറിക്കപ്പെട്ടാൽ നിങ്ങളുടെ മാനമല്ല പോകുന്നത്, പാർട്ടിയുടെ ആണെന്നോർത്ത് മിനിമം ഒരു ചട്ടിയെങ്കിലും ഇടണം എന്ന് സ്നേഹപുരസ്കരം ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതെ, അന്ന് ക്യാമറ, അന്ന് ചാനലുകാർ വന്നെങ്കിൽ മാത്രം നിർത്തലായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ തത്സമയ സംപ്രേഷണം. അതെ, ഇന്ന് തത്സമയ സംപ്രേഷണം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ക്യാമറകൾ വഴി തത്സമയ സംപ്രേഷണം ലോകമെമ്പാടും തത്സമയം കാണും. അതുകൊണ്ട് ജാഗ്രത. ഇവിടെ ഭയമല്ല വേണ്ടുന്നത്, ഒരു ചെറിയ ജാഗ്രത. ഒരു ചെറിയ എന്താ പറഞ്ഞ, ഒരു ചെറിയ നിക്കറിന് ഒത്തിരി കാര്യങ്ങളെ സേവ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ വിനീതമായി ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പഴയ UDF മന്ത്രിസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അടിയോട് അടിയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒട്ടുപെട്ടിയിലായ സമയം മുതലേ അടിയാണ്. 3 പേര് കൂടി ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് ഞങ്ങൾ ഭരണം വരുമ്പം ഒരിടത്ത് അവിടെ അടി, മറ്റേ സഖാക്കളെല്ലാം അവിടെ ചേർന്നിട്ട് അവിടെ മറ്റേ സെക്രട്ടേറിയറ്റ് വളയൽ SFIക്കാർ വന്നിട്ട് അവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ലാത്തി ചാർജ്, മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരിടത്ത് ഇവർ കതറുകയറി, ഇപ്പുറത്ത് ഇവർക്കെതിരെ മനുഷ്യ ചങ്ങല, മറ്റേ ചങ്ങല, മറിച്ച ചങ്ങല, സെക്രട്ടേറിയറ്റ് വളയൽ SFIക്കാർ, DYFIക്കാർ, CPMകാർ, തെരുവ് യുദ്ധം. അങ്ങനെ ആവുമോ ഈ? അതെ, ശരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അത് ഏതപ്പം വന്നാലും എന്താ പറയുന്നത്, ആര് വന്നാലും സമാധാനം ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കൊളോക്കിയൽ ഒരു ഫ്രൈസ് ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആര് വന്നാലും ഇവിടെ രാജവെമ്പാല പോയി അണലി വന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത് എന്ന് നമ്മൾ പല തവണ ആവർത്തിച്ചതാണ്. അതിൻ്റെ അത് യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം സംഭവിക്കാം. ഞാനൊരു നിയമസഭ കൂടിയ ആദ്യത്തെ ദിവസം എങ്ങനെ ആയിരിക്കും ഞാൻ സുനോട് ചോദിച്ചു. ഞാനൊരു സങ്കല്പ സുനോട് പറയാണ്, ഒരു തോന്നിയ ഒരു കാര്യം. നമ്മുടെ രമ, RMPയിലെ രമ സ്പീക്കറായി വരികയാണ്. ഒരു തുടക്കത്തിൽ പറഞ്ഞല്ലോ പിണറായി വിജയന്റെ പാതപൂജ നടത്തുന്നത്. അതുപോലെ ഞാൻ പറയാണ്, രമ സ്പീക്കറായി വരികയാണ്, പിണറായി വിജയൻ MLA ആയി വരികയാണ്. സംബോധന ചെയ്യുന്നത് എന്താണ്, ഒരു അവസ്ഥ വന്നാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ, അതായത് ഒരു തോന്നൽ മാത്രമാണ്. അതായത് ഈ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ UDFന് അവർക്ക് പിണറായി വിജയന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു മധുരതരമായ പ്രതികാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇപ്പൊ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ആനകുതിര പരിപാടികളൊന്നുമില്ല. ആ ചെയറിൽ ആരാണോ ഇരിക്കുന്നത് അവരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? സർ. ആരാണെങ്കിലും ശരി, എത്ര മുൻ മുഖ്യമന്ത്രിയോ എത്ര പ്രഗത്ഭനോ ഏത് കൊടികൊമ്പനോ ആണെങ്കിലും ശരി, അവർ അഡ്രസ്സ് ചെയ്യുന്നത് സർ എന്നാണ്.
ഇപ്പോൾ TPA 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ ആ ദിവസമാണ് അതെ result അതെ ഈ എന്നിട്ട് ആ ഭാര്യയെ പോലും അവരെ പോലും കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ച, അവരുടെ കൈ പിടിച്ച് വാച്ച് ആൻഡ് വാർഡിനെ കൊണ്ട് ഒടിക്കുവാൻ ശ്രമിച്ച ആ പിണറായി വിജയനെ കൊണ്ട് രമയെ സയർ എന്ന് വിളിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ UDF ഉണ്ടാക്കിയാൽ അതിൽ പരം ഒരു പ്രതികാരം ഈ പിണറായി വിജയന് കൊടുക്കുവാനില്ല. അന്നേരം ഇവർക്ക് എന്തെങ്കിലും ഇവർക്കൊരു ഒരു പ്രതികാര ബുദ്ധി, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം തങ്ങളെ കരക്കിരുത്തിയ, അതല്ലെങ്കിൽ ആ ഉമ്മൻചാണ്ടി സർക്കാരെ ഇതുപോലെ ഒരു അടിപ്പാവാഴയുടെ ഒരു ബലത്തിൽ അട്ടിമറിച്ച് കഴിഞ്ഞ 10 കൊല്ലം ഭരണം തുടർച്ചയായി കൊണ്ടുപോയ ഈ പിണറായി വിജയനെ ആ സഭയിലിരുത്തി വസ്ത്രാക്ഷേപം, ഇവർക്ക് അതിനു മുമ്പ് ഒരു അവസരം ഉണ്ടായിരുന്നു, ധർമ്മടത്ത് തന്നെ തീർക്കാൻ പറ്റുമായിരുന്നു. അവിടെ ഒരു മിടുക്കനായ അല്ലെ ഷാഫിയെ പോലെ അവർ ആദ്യമേ നിശ്ചയിച്ച ഷാഫിയെ അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ പിണറായി വിജയനെ അവിടെ നാണം കെടുത്തിച്ച പരാജയം ഏറ്റുവാങ്ങി ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിന് കഴകത്തുള്ള ഒരാൾ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അത് വിട്ടുപോയി. പക്ഷേ ഇതെങ്കിലും UDF മിനിമം ചെയ്യണം. കാരണം ആ TP ചന്ദ്രശേഖരനോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യം. അതുപോലെ തന്നെ ഇത്തരം ഇന്നോവകൾ ഇറക്കുന്ന വിമത സ്വരങ്ങൾ അല്ലെങ്കിൽ എതിർ സ്വരങ്ങൾ ഉയർത്തുന്ന ആളുകൾക്ക് 51 വെട്ട് സമ്മാനിക്കുന്ന ഈ പിണറായിസത്തിന് കൊടുക്കാൻ പറ്റാവുന്ന മുഖത്തടിച്ചുള്ള അടിയാണ് രമയെ സ്പീക്കറായി നിയോഗിച്ചാൽ. അങ്ങനെ ആ ദൃശ്യം കേരളത്തിലുള്ള സകല ജനങ്ങളും കണ്ട് ആസ്വദിച്ച് രമയെ KK രമയെ ഈ പിണറായി വിജയൻ സേർ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആ ദൃശ്യം കണ്ടാൽ മാത്രം മതി ഈ UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കം ഏറ്റവും മികച്ചതാതും അത് ജനങ്ങൾക്ക് നൽകുന്ന സന്തോഷവും സന്ദേശവും ചെറുതൊന്നുമായിരിക്കില്ല. അത് സന്തോഷം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് 4-ാം തീയതി തന്നെ ലഭിച്ചതാണ്. കാരണം RMPയെ സംബന്ധിച്ചു അത് തന്നെയാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം. അതാണ് വളരെ വിധിപരീതം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെ കാലത്തിന്റെ കാവ്യനിധി എന്നൊക്കെ പറയാവുന്ന പോലെ ഉള്ളൊരു സംഭവമായിരുന്നു ആ മെയ് 4-ാം തീയതി TP ചന്ദ്രശേഖരനെ 51 വെട്ടി ഇല്ലാതാക്കിയ ആ ദിനത്തിൽ തന്നെ ഈ ജനവിധി വരികയും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നരാധമനെ തൂത്തെറിയുകയും ചെയ്ത ഏറ്റവും മഹത്തായ ഒരു വിധി, ഒരു എക്സിക്യൂഷൻ നടന്ന ഒരു ദിനമായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ രമയ്ക്ക് ഇപ്രകാരം ഒരു പദവി നൽകിയാൽ അത് നൽകുന്ന സന്ദേശവും സന്തോഷവും ചെറുതായിരിക്കില്ല. പിണറായി വിജയന് അണികൾ തിരുത്തുക ചെയ്തത്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വത്തെ അണികൾ തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 102 സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും മാത്രം ചെയ്ത വോട്ടല്ല, ഇവിടുത്തെ CPM-കാരും കൂടി ചെയ്ത തിരുത്തലാണ്. പ്രക്രിയയാണ്. അവരുടെ ഒരു പരിഹാരക്രിയ എന്ന് വേണം പറയാം. ചന്ദ്രശേഖരനോട് ആഭിമുഖ്യപ്പെടുത്തുന്ന ഇപ്പോഴും എത്രയോ പേരുണ്ട്, സഹപ്രവർത്തകരായിട്ടുള്ള എത്രയോ പ്രവർത്തകർ, അവരുടെയൊക്കെ 10 വർഷത്തെ കനലാണ്. അതെ. അന്നേരം അതുകൊണ്ട് തന്നെ ഈ യാതൊരു കാരണവശാലും ഇതുപോലുള്ള ഈ വർമ്മന്മാരെയും ഇതുപോലുള്ള പഴയ സത്തെടുത്ത കൊത്തുക്കളായിട്ടുള്ള ഈ സാംസ്കാരിക നായകളെയൊക്കെ പിടിച്ചിരുത്തി ഇത്തരത്തിലുള്ള ഉടായിപ്പ് പേരുകൾ അത് കേൾക്കുമ്പോൾ അരോചകമാണ്. നവകേരള സൃഷ്ടി, എന്ത് നവകേരള സൃഷ്ടിയാണ്? കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിച്ച് മോടെ നേർച്ചപ്പെട്ടിയിലിട്ടതാണോ നവചോരള സൃഷ്ടി? അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചാണോ നവകേരള സൃഷ്ടി ഉണ്ടാകുന്നത്? ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ അതിന്റെ കോടികൾ ഓർക്കണം, കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നും മറ്റുള്ള അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ ഉപയോഗിക്കേണ്ടുന്ന ഫണ്ട് എടുത്തിട്ട് അയ്യപ്പ സൃഷ്ടി, ഏത് ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ അയ്യപ്പ സംഘം, ആഗോള അയ്യപ്പ സംഘം ഭരണം പിടിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ വർഗീയവാദിയായ തുറന്നാൽ വർഗീയ വിഷം ചീറ്റുന്ന ആ വൃത്തികെട്ടവനുമായി വന്ന് അവസാനം 8ന്റെ പണി. ഇതാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ കൊടുത്ത 8ന്റെ പണി എന്ന് പറയുന്നത്. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് അത്. അതോടുകൂടി ഇത് അവസാനം എന്ത് സംഭവിച്ചു? അന്നേരം ഇതുപോലെയുള്ള ഓരോ മ്ലേച്ഛതകൾക്ക് ഓരോ ഓമനപ്പേരുകളിട്ട് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കി നവകേരള സൃഷ്ടി ഒന്ന് ഓർത്തു നോക്കി. ഈ മ്ലേച്ഛതകളും എല്ലാം കാണിച്ചിട്ട് അന്നേരം ഇതുപോലത്തെ അബദ്ധങ്ങളും ഇതുപോലത്തെ വെറുപ്പിക്കലുകളും യാതൊരു കാരണവശാലും ആര് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ വന്നാലും അത് ഉണ്ടാവാൻ പാടില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി സഹിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ കോൺഗ്രസ്സുകാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സുനിൽ നേരത്തെ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ പോലും വസ്ത്രധാരണത്തിൽ പോലും അത്തരമൊരു ജാഗ്രത കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭരണത്തിൽ വരുമ്പോൾ കാണിക്കേണ്ടുന്ന ജാഗ്രതയാണ്. അല്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനേക്കാളും മാരകമായ ദുരന്തം തന്നെയായിരിക്കും നിങ്ങൾക്കായി കേരളത്തിലെ ജനങ്ങൾ കാത്തുവെക്കുക ഭാവിയിൽ.
പാർട്ടിയിൽ. അതുകൊണ്ട് ഓരോ ചുവടും നിങ്ങൾ നന്നായി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം എല്ലാവരും തന്നെ പാർട്ടിക്ക് അതീതമായി തന്നെ എല്ലാവരും ഒപ്പമുണ്ടാകും. ഇല്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ആർക്കും ഈ ഉമ്മാക്കി കാണിച്ചൊന്നും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ കബളിപ്പിക്കാനോ കഴിയില്ല. നല്ലൊരു ഭരണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ മാത്രമല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്തത്, ലീഗുകാർ മാത്രമല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്തത്, മറിച്ച് ഇവിടുത്തെ പിണറായി ഭരണത്തോടുള്ള വിരോധമുള്ള ലക്ഷക്കണക്കിന് വരുന്ന CPM, CPI സഖാക്കളൊക്കെ തന്നെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മിന്നും വിജയം നിങ്ങൾ കയ്യിലെടുത്ത് ഈ സ്വർണ്ണത്തളയിൽ തന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇല്ല സുനിൽ? അതെ, അതിനനുസരിച്ച് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു തമാശ രൂപേണയാണെങ്കിൽ ഒരു നേരം പോക്ക് പോലെയാണ് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമ്മാൻ സബ്സ്റ്റൻസ് ഇതാണ്. ഒരു മികച്ച അവസരം, ആ മികച്ച അവസരത്തിൻ്റെ, ആ മികച്ച വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. ചർച്ചകളും കൂടിയാലോചനകളും എല്ലാം ഒരു മുന്നണി സംവിധാനത്തിൽ എല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു ആരോഗ്യകരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മുന്നോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ ഒരു ഫൗളുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ രണ്ട് ഉദാഹരണമാണ് സുനിൽ പറഞ്ഞത്. ഒന്ന് ശരചന്ദ്ര പ്രസാദിന്റെയും ഒന്ന് ഈ ഉണ്ണിത്താന്റെയും. അത്തരത്തിലാണ് എങ്കിൽ അല്ലേ? അതെ, അന്ന് ആ കാലഘട്ടത്തിൽ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ വിഷയങ്ങളാണ് ഇന്നും എടുത്തിട്ടത് അലക്കുന്നത് എന്ന് ഓർത്തോണം. അന്നേരം ഇന്ന് അതിനേക്കാളും കാലം എത്രയോ അഡ്വാൻസ്ഡായി. ഇന്ന് ഓരോ നിമിഷവും ഇവർ വാവിട്ട വാക്കും കൈവിട്ട കല്ലും ഒരുപോലാണെന്ന് പറയുന്നത് പോലെ ഒരു കാര്യം മണ്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മുമ്പ് ഞങ്ങളൊരു ലൈവ് കൊടുത്തിരുന്നു, ഒരു മെത്രാൻ്റെ ജൽപ്പനങ്ങൾ. ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ ഈ രാഷ്ട്രീയ കാര്യത്തിൽ കയറി അഭിപ്രായം പറഞ്ഞ് അത് KC വേണുഗോപാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേറൊരു നേതാവിന് അനുകൂലമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അന്നേരം ഞങ്ങളത് അന്നേരം തന്നെ അതിനെ ഒരു ലൈവായി വന്നതിൻ്റെ പ്രതികരണം നടത്തി. തൊട്ട് പിന്നാലെ തന്നെ ആ മെത്രാൻ ഒരു തിരുത്തലുമായി വന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് മെഴുകുവാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ഇത് കേൾക്കുന്ന ആളുകളും അരിയാഹാരമാണ് മെത്രാനെ കഴിക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ബാക്കി എല്ലാം അതിലുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ UDF നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത് അധികം വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ, ആരാകണം മുഖ്യമന്ത്രി എന്നത് ഒരു തീരുമാനമുണ്ടാവണം. അത് ആ ഒരു ചടുലത നിങ്ങൾക്കുണ്ടാവണം. അതല്ലെങ്കിൽ എത്രത്തോളം നീളുന്നു അത്രത്തോളം കൺഫ്യൂഷനുകളും ജനങ്ങളുടെ മനസ്സിലുള്ള ആകുലതകളും എല്ലാം ഉണ്ടാവും. തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന് പറയുന്നത് പോലെ തുടക്കം തന്നെ പാളിയാൽ എല്ലാം പാളുമെന്ന് മറക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ജാഗ്രത വേണം എല്ലാ കാര്യങ്ങളിലും. തീർച്ചയായിട്ടും ആ ജാഗ്രത തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരമൊരു ജാഗ്രത UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അതിനുത്തരം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെ വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.